പതിഞ്ഞാലും പതിയിലായാലും അങ്ങനെ ആനയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ, ആനയെക്കുറിച്ചുള്ള കഥകൾ കേട്ട് വളർന്ന നമുക്ക് ആന കേരളീയ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിൽ അനുസരിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയുന്ന ഈ സാധുമൃഗം തെറ്റിദ്ധരിക്കപ്പെട്ട മൃഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് ഈസ് എ മിസ്അണ്ടർസ്റ്റുഡ് ആനിമൽ. അങ്ങനെ ആനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ആന പരിപാലന രംഗത്തെ, ആന ചികിത്സാ രംഗത്തെ അത്ഭുതപരമായ കാര്യങ്ങൾ ജനങ്ങളിൽ അറിയിക്കാനായിട്ട്, ജനങ്ങളൊരു അവബോധം ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള സിമ്പോസിയങ്ങൾ, ഇതുപോലുള്ള സെമിനാറുകൾ സഹായമാകും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന് മുൻകൈയെടുത്ത ശ്രീ KC പണിക്കർ സർ, ആന ചികിത്സാ രംഗത്തെ അവസാന ഭാഗത്ത് ഞാൻ വിശേഷിപ്പിക്കുന്ന ശ്രീ പണിക്കർ സർ, ഇതിന് മുൻകൈയെടുക്കുന്ന അദ്ദേഹത്തെ മൊത്തം പ്രശംസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സിമ്പോസിയം ആനകളെ പ്രേമിക്കുന്ന, ആനകളെ സ്നേഹിക്കുന്ന, ആനകളെ ആദരിക്കുന്ന ആ സമൂഹത്തിന്, അല്ലെങ്കിൽ അവരുടെ നമ്പർ കൂട്ടാൻ ഉതകുമെന്നുള്ള യാതൊരു സംശയമില്ല. ഈ സിമ്പോസിയത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുന്നു. ഭഗവാൻ ഗുരുവായൂർ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഇതിന് മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ പുതിയ സംരംഭം ആരംഭിച്ചത് പൂരങ്ങളുടെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചില സുഹൃത്തുക്കൾ ഈ സംരംഭത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതിന് ഞാനവരെ പ്രശംസിച്ചുകൊണ്ട് എനിക്കൊരു സംഗതി കൂടി അവർ പറയാനുണ്ട്. ഈ സംരക്ഷണം മാത്രം പോരാ, ഒരു റിസർച്ച് സെന്റർ കൂടി ഈ നിങ്ങളുടെ അതിന് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ സംഗതികൾ ആനകളെ അറിയാം. പണ്ടത്തെ ആനകളെ പോലെ എത്ര കൊമ്പുള്ള ആനകളൊക്കെ കുറവാണ്. അപ്പൊ എനിക്കത് പറയാനുള്ളത്, ഈ തീറ്റയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പട്ട